الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ജനിപ്പിക്കാറുണ്ട്. എനിക്കും അതുപോലെ സാധിച്ചെങ്കിൽ, അതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനും അവരുടെ കൂട്ടത്തിൽ പെട്ടിരുന്നെങ്കിൽ എന്നൊക്കെ പലതും കാണുമ്പോൾ നമ്മളും ആഗ്രഹിക്കാറുണ്ട്. ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയും ആഗ്രഹവും ഉണ്ടാക്കുന്ന ഒരു നിമിഷമാണ് ഹജ്ജിന്റെ സമയം എന്ന് പറയുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ പരിശുദ്ധ മക്കയിൽ വന്നിറങ്ങി തൽബിയത്തിന്റെ സുന്ദരമായ വചനങ്ങൾ ഉരുവിട്ട് പുണ്യഭൂമിയിലൂടെ അവരുടെ പാദസ്പർശം അടയാളപ്പെടുത്തി മുന്നോട്ടു പോകുന്നത് കാണുമ്പോൾ ഈമാനുള്ളവരുടെ ഹൃദയത്തിൽ വല്ലാത്ത ആഗ്രഹമാണ് എനിക്കും അതുപോലെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റിയെങ്കിൽ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ മറ്റു പല നിലക്കും ഹജ്ജിനെ ചില ആളുകൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. സമ്പത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരും ആഗ്രഹിക്കണം എനിക്കും ഇതുപോലെ ഒരു ഹജ്ജ് നിർവഹിക്കാൻ പറ്റിയെങ്കിൽ എന്നത്. ഒരു വിഭാഗം ആളുകൾക്ക് ഇത് നിർബന്ധമാകുമ്പോൾ അവർ എത്രയും വേഗം അത് ചെയ്യാൻ ശ്രദ്ധ കാണിക്കണം എന്നതുപോലെ നിർബന്ധമല്ലാത്തവരുടെ ഉള്ളിലും ഒരു തേട്ടം, ഒരാഗ്രഹം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ പാവപ്പെട്ട സഹാബത്ത് വന്ന് പരാതിപ്പെട്ടില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, പണക്കാർ സ്വർഗം കൊണ്ടുപോയി നബിയെ, ഞങ്ങൾ നമസ്കരിക്കുന്നു അവരും നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു അവരും നോമ്പ് നോൽക്കുന്നു, പക്ഷെ അവർ സ്വതക്ക നിർവഹിക്കുന്നു, ഞങ്ങൾക്ക് സ്വതക്ക നിർവഹിക്കാൻ കാശില്ല റസൂലേ എന്ന് പറഞ്ഞല്ലോ. ഒരു വിശ്വാസിയുടെ ഉള്ളകത്തിലുണ്ടാകുന്ന ആഗ്രഹമാണത്. ഈ ജീവിതം നമുക്ക് പരമാവധി എൻജോയ് ചെയ്യാനുള്ളതാണെന്ന് പറയുന്നവരോട് നമുക്ക് ചിലത് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് സാധിക്കുമോ മുടി നിരക്കാതെ എക്കാലത്തും നാച്ചുറൽ, പ്രത്യേകമായി ഡൈ ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറൽ ഇത് നിരക്കാതെ നിലനിർത്താൻ? നമ്മുടെ ശരീരം ദ്രവിക്കാതെ, തൊലി ചുളിയാതെ, കണ്ണിന്റെ കാഴ്ച മങ്ങാതെ, കേൾവിശക്തിക്ക് കുറവുകൾ സംഭവിക്കാതെ, നമ്മുടെ ഓർമ്മശക്തികൾക്ക് പരിക്കുണ്ടാക്കാതെ, നമ്മുടെ ഫിസിക്കലി അപ്പിയറൻസിനും നമ്മുടെ ആരോഗ്യത്തിനും യാതൊരു ന്യൂനതയും കുറവുകളും സംഭവിപ്പിക്കാതെ എക്കാലത്ത് ഇവിടെ ജീവിക്കാൻ, അങ്ങനത്തെ ഒരു ജീവിതം ഓഫർ ചെയ്യാൻ ഈ ആളുകൾക്ക് സാധിക്കുമോ? ഇല്ല എങ്കിൽ ജീവിതം
സ്വർഗത്തിനു വേണ്ടി അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന് മാറ്റി പറയണം. അല്പകാലം നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സ്വർഗം നേടാൻ പറ്റിയ വഴികൾ എന്താണെന്ന് അന്വേഷിച്ചു പഠിച്ച് ആ മാർഗത്തിൽ ആത്മാർത്ഥതയോടെ, താല്പര്യത്തോടെ, സന്തോഷത്തോടെ ഇറങ്ങിപ്പുറപ്പെടുന്നത് ലൈഫിന്റെ വൈബായി കാണാനേ നമുക്ക് നിർവാഹമുള്ളൂ. അല്ലാത്ത നിലക്ക് ഈ ദുനിയാവ് നമ്മുടെ മുമ്പിൽ പരിമിതിയും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ലൈഫിൽ ഒരു ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ എണ്ണിയ ഒരു കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി പരിചയപ്പെടുത്തിയ ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ദൽ, അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാണ്? അവിടുന്ന് പറഞ്ഞു, ഈമാനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അന്ത്യദിനത്തിലും അല്ലാഹുവിലും അവന്റെ റസൂലിലുമുള്ള വിശ്വാസമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് സമാധാനമാണ് ഇങ്ങനത്തെ ചില ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ. നമ്മൾ കുറെ ക്ഷീണിച്ചു വന്നിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. എന്താ റസൂല പറഞ്ഞത്? അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം. അതുള്ള ആളുകൾക്കൊരു സമാധാനമാണ് ഈ ഹദീസ് കേൾക്കുമ്പോൾ. ഖീല, വീണ്ടും ചോദിക്കപ്പെട്ടു, സുമ്മമാത, പിന്നെ എന്താണ്? ജിഹാദു ഫീ സബീലില്ലാ, അള്ളാന്റെ മാർഗത്തിലുള്ള പരിശ്രമമാണ്. യുദ്ധം മാത്രമല്ല, യുദ്ധമില്ലാത്ത ഭൂമികയുണ്ട്, അവിടെ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ നോക്കൽ ജിഹാദാണ്. സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടും ദീനീ ദഅവാ രംഗത്തും ഇസ്ലാമിന്റെ സംരക്ഷണ മാർഗത്തിലും നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്നുള്ള ജിഹാദാണ്. സ്വന്തം നഫ്സിനോടുള്ള ജിഹാദ്, ശൈത്താനോടുള്ള ജിഹാദ്, അധർമ്മങ്ങളുള്ള ജിഹാദ്, തിന്മകൾക്കെതിരെയുള്ള ജിഹാദ്, ഇതെല്ലാം ജിഹാദാണ്. ജിഹാദ് ഫീ സബീലില്ലാ, ഇത് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ്. മൂന്നാമത്തത് വീണ്ടും ചോദിച്ചു, പിന്നെ എന്താണ്? റസൂൽ പറഞ്ഞു, ഹജ്ജും മബ്റൂർ, മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള ഭാഗ്യം. അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അവിടെ കൂടെ ഒരു ടിക്കിടാൻ സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നറൽ ജിഹാദ് അഫ്ദൽ അമൽ, ജിഹാദാണ് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ കർമ്മമായിട്ട് ഞങ്ങൾ കാണുന്നത്. അഫലാ നുജാഹിദ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളും യുദ്ധം ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലാകിൻ അഫ്ദൽ ജിഹാദി ഹജ്ജും മബ്റൂർ, നിങ്ങൾക്ക് യുദ്ധമില്ല, സ്ത്രീകൾക്ക് യുദ്ധമല്ലല്ലോ, വൃദ്ധന്മാർക്ക് യുദ്ധമല്ല. അപ്പൊ അവരെന്താ ചെയ്യാ? ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം യുദ്ധമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ജിഹാദാണ്, ഖിതാൽ ഉൾക്കൊള്ളുന്ന ജിഹാദാണെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എല്ലാ മണ്ണിലും യുദ്ധമല്ലല്ലോ. ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ജീവിക്കുന്ന നമുക്കിവിടെ ഖിതാൽ ഉൾക്കൊള്ളുന്ന ജിഹാദില്ലല്ലോ. നമ്മുടെ ആദർശമനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം നിർവഹിക്കാനും നമുക്ക് ഈ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുമ്പോൾ ഇവിടെ ആയുധമെടുക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. അപ്പൊ നമുക്ക് എന്താണ് പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കില്ലാതെ പോയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാകിൻ അഫ്ദലുൽ ജിഹാദി ഹജ്ജും മബ്റൂർ, ഏറ്റവും അഫ്ദലായ ജിഹാദാണ് ഹജ്ജും മബ്റൂർ. അത് ശരീരവും സമ്പത്തും മനസ്സും അതുപോലെ എല്ലാ നിലക്കുമുള്ള വലിയൊരു റിസ്ക് എടുത്തിട്ടുള്ള അധ്വാനമാണ് പിന്നെ ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ജിഹാദാണ് ഹജ്ജ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. വേറെയും ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്ത്രീകൾ വന്നുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ എന്ന് ചോദിച്ച ധാരാളം സന്ദർഭങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാകിൻ അഹ്സനുൽ ജിഹാദി വ അജ്മലുഹു ഹജ്ജുൽ ബൈത്ത് ഹജ്ജുൽ മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും മനോഹരമായ ജിഹാദ്, ഏറ്റവും അഹ്സനായ ജിഹാദ്, ഏറ്റവും അജ്മലായ ജിഹാദ് അത് ഹജ്ജാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരു യാത്രക്കൊരുങ്ങാൻ സാധിക്കുമെങ്കിൽ അത് ധർമ്മസമര ഭൂമികയിലേക്കുള്ള പടപ്പുറപ്പാട് മാത്രമല്ല, ഹജ്ജിന് വേണ്ടിയുള്ള പടപ്പുറപ്പാട് കൂടെ, ഹജ്ജിന് വേണ്ടിയുള്ള പുറപ്പാട് കൂടെയാണെന്ന് റസൂലുള്ളാഹി എണ്ണിയത് നമുക്ക് കാണാൻ സാധിക്കും. മൻ തവാഫ ബിൽ ബൈത്ത് വസല്ല റകഅതൈനി കാന കഇത്ഖി റഖബതിഹി, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു അടിമയെ മോചിപ്പിച്ചതിനേക്കാൾ പുണ്യമാണ് പരിശുദ്ധ ഹറം തവാഫ് ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. മൻ ഹജ്ജ ലില്ലാഹ് ഫലം യർഫുത് വലം യഫ്സുഖ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു, ലേബർ റൂമിൽ നിന്ന് ഒരു കുട്ടിനെ കിട്ടുമ്പോൾ ആ കുട്ടി മദ്യപാനിയല്ല, വ്യഭിചാരിയല്ല, തോന്നിയാസില്ല. ആ കണ്ണുകൾ വിശുദ്ധം, ആ കാതുകൾ വിശുദ്ധം, ആ ഹൃദയം വിശുദ്ധം, ആ ശരീരം വിശുദ്ധമാണ് പൂർണ്ണമായിട്ട്. ആ കുട്ടി മരിച്ചാൽ ഡയറക്റ്റ് സ്വർഗത്തിലേക്കാണ്. അതുപോലെ ഹജ്ജ് നിർവഹിച്ചാൽ തിരിച്ചു വരാം. ഒരുപാട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, പൈശാചികമായ പ്രേരണ, കൂട്ടുകാരുടെ പ്രചോദനം, നമ്മുടെ കയ്യിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, സാമ്പത്തികമായി അതുപോലെ തന്നെ മാനസികമായി, ലൈംഗികമായി, അങ്ങനെ പല രംഗങ്ങളിൽ നമ്മളിൽ സംഭവിച്ച ധാരാളം കറകളുണ്ട്.
ഈ കറകളെല്ലാം കഴുകിക്കളഞ്ഞൊരു കുഞ്ഞിനെപ്പോലെ തിരിച്ചു വരാനുള്ള സൗഭാഗ്യം സുഹൃത്തുക്കളെ ഹജ്ജിലൂടെ കിട്ടുമെന്ന് പറയുമ്പോൾ ഹജ്ജിന് എപ്പോഴാ പോകേണ്ടത്, ഹജ്ജിന് എപ്പോഴാ അപേക്ഷിക്കേണ്ടത്, ഹജ്ജിന് എത്രയാണ് ചെലവ് വരുന്നത്, അതുണ്ടാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് തുടങ്ങുന്നില്ലെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് യഥാർത്ഥ കച്ചവടവും യഥാർത്ഥ ലാഭവും എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു കച്ചവടത്തിന് അവസരം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന കുട്ടികൾ അവർ നല്ലൊരു ജോബ് മുന്നിൽ വന്ന് നിന്നാൽ പിന്നെ അവരന്തം വിട്ടുകൂല, അവർ വേഗം അതിനുള്ള അപ്ലിക്കേഷനും അതിനുള്ള ഇന്റർവ്യൂസും ഒക്കെ അറ്റൻഡ് ചെയ്ത് അത് നേടിയെടുക്കാനുള്ള ശ്രമമാണ് അവർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ജീവിതം കൊണ്ട് സ്വർഗം നേടുക എന്ന വലിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിത്തിരിക്കണം നമ്മൾ. ഹജ്ജാണ് ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളൊക്കെ ഒരാളോട് ഏറ്റുപറയാൻ പറ്റാത്ത സംഗതിയാണ്. ഒരാളോട് ഏറ്റുപറഞ്ഞാൽ നമുക്കുള്ള വിലയും നിലയും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കഴുകിക്കളഞ്ഞൊരു കുഞ്ഞിനെ പോലെ തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ അത് ഹജ്ജിലൂടെ സാധ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആരെങ്കിലും തൽബിയത്ത് ചൊല്ലിയിട്ട് പരിശുദ്ധ ഹറമിൽ പരിശുദ്ധ മക്കയിൽ വന്നിറങ്ങിയാൽ അവിടുത്തെ കല്ലും അവിടുത്തെ മരവും അവിടുത്തെ പൊടിമണലും ഈവൻ അവിടുത്തെ എല്ലാ വസ്തുക്കളും അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖർ വദ്ദുനൂബ് കമാ യൻഫിൽ കീറു ഖബതൽ ഹദീദ്. ഉല ഇരുമ്പിലെ മാലിന്യങ്ങൾ നീക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മാലിന്യങ്ങൾ അത് കഴുകിക്കളയുകയും ഫഖറും ദുനൂബും, രണ്ട് കാര്യം, ഫഖറും ദുനൂബും. ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോയാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമല്ലോ എന്നല്ല, സാമ്പത്തിക പ്രതിസന്ധി നീങ്ങുക ചെയ്യാൻ. ഫഖർ ദാരിദ്ര്യം ഇല്ലാതാകും, അതുപോലെ തന്നെ പാപങ്ങളും ഇല്ലാതാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പരിശുദ്ധ അറഫയിൽ ഒരുമിച്ച് കൂടിയവർക്ക് പാപം പൊറുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിളിച്ചു പറയൂ ബിലാൽ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാൻ പറയുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അള്ളാഹിന്റെ റസൂലെ, ഈ ഒരുമിച്ച് കൂടിയവർക്ക് മാത്രമാണോ, അതല്ല ലോകാവസാനം വരെ ഈ അറഫ മൈതാനി ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകൾക്കുമുള്ളതാണോ ഈ ഓഫർ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലോകാവസാനം വരെ ഈ അറഫ മൈതാനിയിൽ ഹജ്ജ് നിർവഹണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി നിൽക്കുന്ന മുഴുവൻ ആളുകളുടെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീ അബ്ദൻ മിനൻ നാർ. നമ്മൾ റമദാനിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. രാവും പകലൊക്കെ അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്ന സമയമാണ് റമദാൻ എന്ന് റസൂൽ പറയും. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ യൗമ അറഫ. യൗമ അറഫയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകളെ രക്ഷപ്പെടുത്തുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആവതുള്ള ആളുകൾ വെച്ച് നീട്ടരുത് സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ആരെങ്കിലും ഹജ്ജിന് ഉദ്ദേശിക്കണമെങ്കിൽ അവർ വേഗം പോയിക്കൊള്ളട്ടെ. പൈസ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കയ്യിൽ വരും, അത് നമ്മൾ വിചാരിക്കാത്ത കോലത്തിൽ നമ്മളിന്ന് ചെലവായി പോകും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ താമസം വെക്കരുത്. ഇപ്പോ നമ്മള് ഉദ്ഹിയ്യത്തിന് നിയ്യത്താക്കാൻ പറഞ്ഞു. എത്ര പേര് ഉദ്ഹിയ്യത്തിന് നിയ്യത്താക്കി, ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് അതിലേക്ക് സ്വന്തമായിട്ടും ഷെയറായിട്ടൊക്കെ ചേർന്ന്. ഇനിയും നമുക്ക് അവസരമുണ്ട്. അയ്യാമുത്ത് തശ്രീക്കിൽ വരെ നമുക്ക് നിയ്യത്ത് വെക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് വരെ തീരുമാനിച്ച് വേണമെങ്കിൽ അറവ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. 9,500 നമ്മൾ വെച്ചൊരു എമൗണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ എങ്ങനെയെങ്കിലൊക്കെ അത് ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറ്റത് ചെയ്യണ്ടേ, അത് ചെയ്യണ്ടേ, മറ്റതിന് അടക്കാനുള്ളതല്ലേ എന്നൊന്നും ആലോചിക്കാൻ നിൽക്കരുത്. അത് വേഗം കൊടുക്കുക. അള്ളാന്റെ മാർഗത്തിൽ അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. നമ്മുടെ വീട്ടിന്റെ കാര്യങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത്. കയ്യിൽ കാശുണ്ടായിട്ടൊന്നല്ലോ, ഇപ്പൊ അത് ചെയ്താലാണ് ചെയ്തു പോവുള്ളൂ എന്നാണ് തീരുമാനിച്ചിട്ടല്ലേ നമ്മൾ ചെയ്തു പോയത്, അല്ലെ? ഇനി കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ ഒരു 4 ചക്രം വേണം, ഇല്ലെങ്കിൽ അങ്ങേറ്റ ബുദ്ധിമുട്ടുമെന്ന് തീരുമാനിച്ചപ്പോ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് വണ്ടി വാങ്ങിക്കല്ലേ നമ്മൾ, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഭൗതിക കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ ദീനിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്, താമസിച്ച് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ലതും ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുമ്പോത്തിന് ശൈത്താൻ കുറെ അജണ്ടകൾ മുന്നിട്ട്, ഇതാണ് സ്കൂൾ തുറക്കാനായി കുട്ടികൾക്ക് ബുക്ക്, ബാഗ്, കൊട, അത് അല്ലെ, പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ അടുത്ത് വരികയാണ്, അതിന്റെ ഡ്രസ്സ് കാര്യങ്ങൾ, അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഇതൊക്കെ കൂടെ മീറ്റ് ചെയ്യാനുള്ള കാശ് നമ്മൾ എടുത്തുണ്ടാവില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഉള്ള കാശും തികയാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പൊ നമുക്ക് ദാരിദ്ര്യത്തെ കുറിച്ചുള്ള പേടിയുണ്ടാവും. ഈ പോക്ക് പോയ എന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥനേക്കാരം എന്നൊരു ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത. അതാണ് യഈദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ എന്ന് പറഞ്ഞു. ശൈത്താൻ നിങ്ങളോട് ദാരിദ്ര്യത്തെ ഉപദേശിക്കുന്നു പറഞ്ഞു. വെറുതെ അല്ല, എല്ലാം തികഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജീവിക്കുന്ന സമയത്ത്, കയ്യിലുള്ള സമയത്ത് വേഗം ചെയ്തു പോകും. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ദേശിക്കണമെങ്കിൽ ഫല്യതഅജ്ജൽ, അവർ ധൃതി കാണിക്കട്ടെ എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണം.
ഒരാള് ഹജ്ജിന് അവസ്ഥ ഉണ്ടായിട്ട് ഒരാൾ ഹജ്ജ് നിർവഹിക്കണില്ലെങ്കിൽ ഓൻ യഹൂദിയായിട്ടോ നസ്രാണിയായിട്ടോ മരിച്ചു പോകലാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. ഒരാള് 6 അല്ലെങ്കിൽ 7 യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരാൾ ഒരു ഹജ്ജ് നിർവഹിക്കലാണ്. ചില പണ്ഡിതന്മാർ, ചില സലഫുകൾ, അസ്വദ് ഇബ്നു യസീദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് തന്റെ സമൂഹത്തിലെ ധനികന്മാരായ അയൽവാസികളോട് അദ്ദേഹം പറഞ്ഞത്, ലൗ മിത്ത വലം തഹുജ്ജ ലം ഉസല്ലി അലൈക, നിങ്ങൾ ഹജ്ജ് നിർവഹിക്കാതെയാണ് മരിച്ചു പോണെങ്കിൽ, കയ്യിൽ കാശുണ്ടായിട്ടും ഒരു ഹജ്ജ് നിർവഹിക്കാതെയാണ് നിങ്ങൾ മരിച്ചു പോണെങ്കിൽ നിങ്ങളെ മയ്യത്ത് ഞാൻ നമസ്കരിക്കില്ല എന്നുവരെ പറഞ്ഞ നമ്മുടെ മുൻഗാമികളായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഹജ്ജ് മഹനീയമായ ഒരു കർമ്മമാണ്. അത് നിർവഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കലും പടച്ചറബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കലും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്താറുള്ളത്. അതോടൊപ്പം തന്നെ ഹജ്ജ് നിർബന്ധമുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധം തന്നെയാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഹജ്ജ് നിർവഹിക്കാൻ, ആ ഹജ്ജിന്റെ പുണ്യം നേടാൻ എന്താണ് മാർഗം എന്ന് ചോദിക്കുമ്പോൾ ഹജ്ജിന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഹജ്ജിന്റെ പുണ്യം, ഉംറയുടെ പുണ്യം അള്ളാഹു ഓഫർ ചെയ്ത ചില പുണ്യകർമ്മങ്ങളുണ്ട്. രണ്ടും ഒരിക്കലും തുല്യമല്ലാന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് നിർവഹിക്കേണ്ട ഒരാൾ ഹജ്ജ് നിർവഹിക്കാതെ ഈ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ല? അടിമമോചനം എന്നത് കഫാറത്തായിട്ട് ഒരാൾക്ക് നിർബന്ധമായിട്ടുണ്ട്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു 100 പ്രാവശ്യം രാവിലെ ചൊല്ലിയാൽ അയാൾക്ക് 10 അടിമയെ മോചിപ്പിച്ച കൂലി ഉണ്ടാവും. അപ്പൊ ഒരു അടിമയെ മോചിപ്പിക്കലാണ് എനിക്കുള്ള കഫാറത്ത്. പക്ഷെ 10 എണ്ണത്തെ ഞാൻ മോചിപ്പിച്ചിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ട് എന്ന് പറയാൻ പറ്റൂല. അത് നിർബന്ധ ബാധ്യതയാണ്. നിർബന്ധ ബാധ്യത ആ നിലക്ക് തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാൽ അതല്ലാത്ത നിലക്ക് നമുക്ക് ഹജ്ജിന്റെ പുണ്യം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ ഫഅജ്റുഹു കഅജ്രി ഹാജിൽ മുഹരിം. ആരെങ്കിലും 5 നേരത്തെ നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വുദു എടുത്ത് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്റാം ചെയ്ത് ഹജ്ജിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന. മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബ ഫിൽ ജമാഅ ഫഹിയ കഹജ്ജത്തിൻ. ആരെങ്കിലും വുദു എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നടന്നുപോയാൽ, അങ്ങനെ ജമാഅത്ത് നിർവഹിച്ചാൽ അയാൾക്ക് ഹജ്ജിന്റെ പുണ്യമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് നമ്മൾ ഓർക്കുക, ഹജ്ജ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും മറ്റൊരുപാട് സംഗതികൾ ഒത്തിണങ്ങി വരുന്ന ഒരു സംഗതിയാണ്. അത് അതിന്റേതായിട്ടുള്ള മഹത്വം അതിനുണ്ട്. എന്നാൽ ഇതിൽ പ്രതിഫലവുമായിട്ടാണ് ഒരു സാദൃശ്യം വരുന്നത് എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. രണ്ടും തുല്യമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് വുദു എടുത്ത് 5 നേരം ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ നമുക്ക് ധാരാളം പ്രതിഫലം കിട്ടും. രണ്ടാമത്തേത് റമദാനിലെ ഉംറയാണ്. നമ്മൾ പറഞ്ഞതാണ്, ആരെങ്കിലും റമദാനിൽ ഉംറ നിർവഹിച്ചാൽ തഅദിലു ഹജ്ജത്തൻ, ഹജ്ജിന്റെ പുണ്യം ലഭിക്കുമെന്ന റസൂലിന്റെ ഹദീസ് നമ്മളെല്ലാവരും അയവിറക്കിയ സംഭവമാണ്. മൂന്നാമത്തെ കാര്യം, നന്മ പഠിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ നന്മ പഠിക്കുന്നതിനോ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവുക. ദീൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോവുക. മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജിൻ താമ ഹജ്ജതുഹു. ആരെങ്കിലും ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോയാൽ, നമ്മുടെ പള്ളികളൊക്കെ പലപ്പോഴും നിസ്കാരത്തിന്റെ, ജമാഅത്തിന്റെ, ജുമുഅന്റെ മാത്രം കേന്ദ്രമായിട്ട് മാറുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയായിരുന്നു ഇൽമിന്റെ കേന്ദ്രം. ഇൽമ പഠിപ്പിക്കാനും ഇൽമ പഠിക്കാനും എല്ലാത്തിനുമുള്ള കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. ആ നിലക്ക് പള്ളിയിലേക്ക് ഇൽമ പഠിക്കാൻ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ, അത് മാത്രം ഉദ്ദേശിച്ചാൽ, പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ മാത്രം ഉദ്ദേശിച്ച് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതാണ്. അപ്പൊ നിത്യവും നമുക്ക് വേണമെങ്കിൽ ഈ ഹജ്ജിന്റെ കൂലിയെല്ലാം വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയുടെ കൂടെ പുണ്യം ചേർത്ത് പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളുമായി കഴിച്ചുകൂട്ടി സൂര്യനുദിച്ച് അല്പനേരം കഴിഞ്ഞ് അയാൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ എന്റെ കൂടെ ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലിയാണ് അയാൾക്കുള്ളതെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കും. നമ്മൾ ജമാഅത്ത് കഴിഞ്ഞാൽ, നമ്മുടെ സുബഹ് ജമാഅത്ത് കഴിഞ്ഞാൽ ആ പള്ളിയിൽ ഇരുന്ന് ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലി സൂര്യൻ ഉദിച്ച് അല്പനേരം കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നമസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹജ്ജും ഉംറയും നിർവഹിച്ച പുണ്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ, ചില പുണ്യപ്രവർത്തനങ്ങൾ ഹജ്ജിന്റെയും ഉംറയുടെയും പുണ്യം ലഭിക്കാനുള്ള കർമ്മങ്ങളായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുബാ മസ്ജിദിൽ ആരെങ്കിലും നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് ഉംറയുടെ കൂലിയുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു യോദ്ധാവിനെ സജ്ജമാക്കി, അല്ലെങ്കിൽ ഒരു ഹാജിയെ സജ്ജമാക്കി, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിന് പിൻഗാമിയായി അവന്റെ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു, അതുമല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചുവെങ്കിൽ അവരുടെ പ്രതിഫലത്തിന് ഒട്ടും കുറയാതെ അതേ പ്രതിഫലം കിട്ടും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മറ്റുള്ള സഹകരണങ്ങൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താൽ ആ
ഹജ്ജിന്റെ ഓഹരി നമുക്ക് ലഭിക്കും എന്നതിനുള്ള തെളിവായിട്ട് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹജ്ജിന് പോകുന്ന ആളുകളെ സജ്ജീകരിക്കലും അവർക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ കൊടുക്കലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രതിഫലത്തിൽ നമുക്കും ഒരു ഓഹരി പറ്റാൻ സാധിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് പിന്നെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഹദീസുകളെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കി വായിച്ചു പഠിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ പ്രത്യേകം പരിശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറാത്തുകൾക്കുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഏറ്റവും മഹനീയമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു സുബ്ഹാനല്ലാഹ്ക്ക് പോലും വലിയ പുണ്യം ലഭിക്കുന്ന സമയം. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യകരമായ ഇബാദത്തുകൾ റമദാനിനേക്കാൾ കൂടുതൽ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകളാണ് എന്നാണ്. അതുകൊണ്ട് ധാരാളം നമ്മളിനി ജോലിത്തിരക്കിലാണെങ്കിലും യാത്രയിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും അദ്കാറുകൾ ചൊല്ലിയിട്ടെങ്കിലും ഫഅക്സിറു ഫീഹിന്ന മിന തക്ബീർ വതഹ്ലീൽ വതസ്ബീഹ്, നിങ്ങൾ ആ സമയത്ത് തക്ബീറും തഹ്ലീലും തസ്ബീഹും തഹ്മീദും ഒക്കെ വർദ്ധിപ്പിക്കണം എന്ന് റസൂൽ പറഞ്ഞല്ലോ. ആ അദ്കാറുകൾ ചൊല്ലിയിട്ടെങ്കിലും ഈ ഒരു 10 ദിവസത്തിന്റെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 9, ആ ദുൽഹിജ്ജ 9ന്റെ പേരാണ് യൗമുൽ വിത്ർ എന്ന് പറയുന്നത്. ദുൽഹിജ്ജ 8 യൗമുൽ തർവിയ, ദുൽഹിജ്ജ 9 യൗമു അറഫ, ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, 11, 12, 13 അയ്യാമുത് തശ്രീഖ്. ഈ ദിവസങ്ങൾക്കെല്ലാം പേരുകൾ പ്രത്യേകം റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ അറഫാ ദിനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം കൊടുത്തിട്ടുള്ള ദിവസമാണ്. ഹാജിമാർക്ക് മാത്രമല്ല നമുക്കും സന്തോഷിക്കാനും നമുക്കും ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു ദിവസമാണ്. യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത് ഈ ദീന് പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ്. ദുൽഹിജ്ജ 9 വശാഹിദി വമഷ്ഹൂദ് എന്ന ആയത്തിൽ പരിചയപ്പെടുത്തിയത് ഈ ഒരു ദുൽഹിജ്ജ 9 ആകുന്ന അറഫാ ദിനത്തെയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മാമി യോമിൻ, നേരത്തെ പറഞ്ഞ അല്ലാഹു ഏറ്റവും അധികം നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് ഈ ഒരു അറഫ ദിനം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അറഫയിൽ സംഗമിക്കുന്നവരെ കുറിച്ച് അവിടെ മലക്കുകൾ അഭിമാനം കൊള്ളും എന്ന് ഹദീസിൽ വന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. യൗമു അറഫ, ഏറ്റവും നല്ല പ്രാർത്ഥന യൗമു അറഫയിലെ പ്രാർത്ഥനയാണ്. അഫ്ദലു ദുആഇ എന്നും ഖൈറു ദുആഇ എന്നൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ദിവസത്തിൽ അല്ലാഹുവിലേക്ക് നല്ല പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു. അറഫ ദിനത്തിലെ നോമ്പ്, ആ നോമ്പ് കഴിഞ്ഞുപോയ ഒരു കൊല്ലത്തെയും വരാനിരിക്കുന്ന ഒരു കൊല്ലത്തെയും പാപങ്ങൾ മായ്ച്ചു കളയുമെന്നാണ്. ഒരുപാട് ചെറുതും വലുതുമായ തെറ്റുകൾ സംഭവിച്ച നമ്മൾ വൻപാപങ്ങളിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുന്നതോടൊപ്പം ചെറുപാപങ്ങൾ മായ്ക്കപ്പെടാനുള്ള ഇത്തരത്തിലുള്ള വഴികളെ നമ്മൾ തേടണം. യഥാർത്ഥത്തിൽ വ്യാഴാഴ്ചയാണ് നമ്മുടെ ഈദ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ബുധനാഴ്ചയാണ് നമുക്ക് യൗമ അറഫ. പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട്, ഹാജിമാർ അറഫയിൽ സംഗമിക്കുമ്പോഴല്ലേ നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. അങ്ങനെ ഒരു കൽപ്പന ഒരിക്കലും ഇസ്ലാം നിർദ്ദേശിക്കുകയില്ല. കാരണം ഹാജിമാർ അറഫയിൽ സംഗമിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഉച്ചയാണ്, ചില സ്ഥലങ്ങളിൽ നട്ടപ്പാതിരയാണ്. അപ്പോൾ അതുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടൊരു നോമ്പ് ഒരിക്കലുമില്ല. പിന്നെ ഹാജിമാർ സംഗമിക്കുമ്പോൾ നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നല്ല ഹദീസിലെ പ്രയോഗം. സുഇല അൻ സൗമി യൗമി അറഫ, യൗമു അറഫയിലെ നോമ്പിനെ കുറിച്ച് നബിയോട് ചോദിച്ചു. അപ്പൊ യൗമു അറഫ ഏതാണ്? ദുൽഹിജ്ജ 9 ആണ്. നമ്മുടെ യൗമു അറഫ ദുൽഹിജ്ജ 9 ആണ്. നമ്മൾ നമ്മുടെ മത്താലിഅ നോക്കിയിട്ടാണ് നമ്മുടെ നിസ്കാരങ്ങൾ, മഗ്രിബും ഇശാവും സുബഹിയൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് ഹറമത്ത് നോക്കിയിട്ടല്ല, നമ്മുടെ ഉദയാസ്തമയങ്ങൾ നോക്കിയിട്ടാണ് നമ്മുടെ എല്ലാം തീരുമാനിക്കുന്നത്. ആരാധനകളെല്ലാം അതിന്റെ സമയമൊക്കെ നിശ്ചയിക്കണം. അപ്പൊ യൗമു അറഫ മാത്രം, അറഫ നോമ്പ് മാത്രം അതിൽ നിന്നൊരു എക്സ്ക്ലൂഡ് ആകുന്ന, അതിൽ നിന്നും പുറത്തു പോകുന്നൊരവസ്ഥയില്ല. നമ്മൾ നമ്മുടെ യൗമ അറഫ എന്നാണോ അന്നാണ് യഥാർത്ഥത്തിൽ നോമ്പ് നോൽക്കേണ്ടത്. ഹദീസിലെ പ്രയോഗം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പിന്നീട് അനാവശ്യമായ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും ഒന്നും പോവാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ വിഭാഗത്തിനും ഓരോ കച്ചിത്തുരുമ്പുണ്ടാവും. ഉള്ളത് പച്ചക്ക് പറഞ്ഞാൽ അങ്ങനെയാണ്. ഓരോ വിഭാഗത്തിനും ഓരോ കച്ചിത്തുരുമ്പുകൾ ഉണ്ടാവും. അവര് ഒരു സമയത്തുമ്പോൾ തലവെക്കും, അത് കഴിഞ്ഞവർ പോകും. അല്ലാത്ത സമയത്ത് ഓൽക്ക് വേറെ കുറെ അജണ്ടകളായിരിക്കും. ദീനിയായ കാര്യത്തിലൊന്നും ഓൽക്ക് പ്രത്യേകം ഇടപെടാനോ ശ്രദ്ധിക്കാനോ ഇവിടെ എന്ത് കുതൂഹലുണ്ടായാലും നോ പ്രോബ്ലം, അത് നമ്മളെ ബാധിക്കുമല്ലോ. അതൊക്കെ ശാഖാപരമായ വിഷയമാണ്. പുതിയൊരു ജാറും ഇവിടെ പൊങ്ങി, നോ പ്രോബ്ലം, അതൊക്കെ ശാഖാപരമായ വിഷയം.
അപ്പുറത്ത് അറിവിന്നിലാവ്, ഇപ്പുറത്ത് നൂറെ ഹബീബ്, അപ്പുറത്ത് കുറെ പിന്നെ CM വലിയുള്ളാഹിനെ പടച്ചോനാക്കുന്നു അല്ലെ. വലിയൊരു 100 വർഷത്തെ പിന്നെ തികഞ്ഞപ്പോ അതിന്റെ സമ്മേളനം നടത്തിയിട്ട് ഇവിടെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയൊക്കെ റൂഹ് പിന്നെ ഹാജറായിട്ടുണ്ട് എന്ന് അതൊന്നും ഒരു വിഷയമല്ല. നട്ടപ്പാതിരക്ക് ലൈറ്റ് ഓഫ് ആക്കി കുത്തുബിയത്തിലൂടെ അങ്ങ് ബഗ്ദാദിൽ മറവട്ട് കിടക്കുന്ന മൊയ്തീൻ ഷേഖിനെ വിളിച്ചു വരുത്തി ഹാജറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അരിപ്പൊടി വിതറിയിട്ട് അതിൽ കാൽപാദങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ദാ മൊയ്തീൻ ഷേഖ് വന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ പാവങ്ങളൊക്കെ വിശ്വാസപരമായി വഞ്ചിക്കുമ്പോൾ അതിലൊന്നും ഇടപെടാനില്ല. എന്നാ ചില വിഷയങ്ങൾ വരുമ്പോൾ മാത്രം ഞങ്ങളാണ് അതിലുള്ള അറിവാളന്മാര്, നിങ്ങൾക്കൊന്നൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് പിന്നെ മാസപ്പിറവിയാണ്, ചില ആൾക്കാർക്ക് അറഫ നോമ്പാണ്, ചില ആൾക്കാർക്ക് അങ്ങനെ ഓരോന്നാണ്. എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ ഇസ്ലാമികമായിട്ട് കാര്യങ്ങളെ എല്ലാ രംഗത്തിലും നോക്കിക്കാണുക എന്നുള്ളതാണ്. എന്താണോ പ്രമാണം പറയുന്നത് അത് നോക്കുക എന്നല്ലാതെ ഓരോരുത്തർക്ക് അവരവരുടെ പിന്നെ ഓരോരുത്തരെ അവരവരെ അടയാളപ്പെടുത്താനുള്ള അവസരമായിട്ടല്ല നമ്മൾ ഓരോന്നിനെയും കാണുന്നത്, ദീനായിട്ട് കാണാം ഏതൊരു വിഷയത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അറഫ ദിനത്തിൽ ആ നോമ്പ് ആ ഒരു പുണ്യത്തോടുകൂടെ തന്നെ ആ ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെ നോൽക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കുള്ളത് ബലിപെരുന്നാളാണ് പിറ്റേ ദിവസം. അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഇന്ന അഅ്ളമൽ അയ്യാം ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമുൻ നഹർ എന്ന് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. ബലിപെരുന്നാൾ വെറും ഒരു പെരുന്നാളല്ല, മറിച്ച് ശ്രേഷ്ഠമായൊരു ദിവസം കൂടെയാണ്. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന രണ്ടേ ആഘോഷമാണ്. അത് ആ നിലക്ക് തന്നെ നമ്മൾ സന്തോഷത്തോടുകൂടെ വരവേൽക്കാനും ഏത് രീതിക്കാണോ അതിനെ ആഘോഷിക്കാൻ പറഞ്ഞത് ആ രീതിക്ക് തന്നെ ആഘോഷിക്കാൻ ഇസ്ലാമികമായ നല്ല ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം, പുതുവസ്ത്രം വാങ്ങാൻ പറ്റുന്നവർ ഏറ്റവും നല്ല പുതുവസ്ത്രം വാങ്ങുക. വസ്ത്രം വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വിപണിയിൽ അങ്ങനെയാണ്, വിപണിയിൽ ഇങ്ങനെയാണ്, നമുക്ക് പറ്റിയതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് അത് പറ്റൂല. മനസ്സിലല്ലേ? നമ്മൾ നമുക്ക് പറ്റിയത് തെരഞ്ഞു പിടിക്കുക, തെരഞ്ഞു പിടിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പറ്റിയ രൂപത്തിൽ അതിനെ ഷേപ്പ് ചെയ്യാന്നല്ലാണ്ട് ഇവിടെ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി നടക്കുക എന്നുള്ളതല്ല. നമുക്ക് കൃത്യമായൊരു ഗൈഡൻസ് ഉണ്ട്. നമുക്ക് ഡ്രസ്സിലും നബിനെ നബി, മനസ്സിലല്ലേ? അല്ല ഡ്രസ്സിൽ വേറെ ഏതെങ്കിലും വ്ളോഗർമാര് നബി, അങ്ങനല്ല. കല്യാണം നിക്കാഹില് മുഹമ്മദ് നബി നബി, നിക്കാഹ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പിന്നെ വ്ളോഗർമാർ നബി, അങ്ങനല്ല. എല്ലായിടത്തും നമുക്ക് മുഹമ്മദ് നബിയാണ് നബി, എല്ലായിടത്തും ഖുർആനാണ് നമ്മുടെ പ്രമാണം. അതുകൊണ്ട് പെരുന്നാൾ ആഘോഷത്തിലും നമ്മൾ ദീനിന്റെ കാര്യങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ആൺകുട്ടികളുടെ മുടി വെട്ടലുകളും അതുപോലെ തന്നെ ഡ്രസ്സ്, ഇപ്പൊ പുതിയ പാന്റ് സൂപ്പർ ബാഗിങ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ വന്നാണ് ഇപ്പോ. അതൊക്കെ എന്താണ് അതിന്റെ കോലം എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മളൊരു വിശ്വാസി എന്നൊരു വൃത്തിയും വെടിപ്പും കൾച്ചറും ഉള്ളതാണ്. സമൂഹത്തിന്റെ ഉന്നത നിലയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ ഇങ്ങനത്തെ ഡ്രസ് കോഡ് ധരിക്കുന്ന കണ്ടോ, ഇക്കോലത്തിന് മുടി വെട്ടണ കണ്ടോ? ഒരു ഐഡന്റിറ്റിയാണത്. ഒരു നെറ്റലുള്ള ഒരുത്തന്റെ, ഒരു തന്റെ ഇടമുള്ള ഒരുത്തന്റെ, ഒരു നിലപാടുള്ള ഒരുത്തന്റെ, ഒരു ധാർമ്മികതയുള്ള ഒരുത്തന്റെ കോലം ചെയ്യലും ഓന്റെ വേഷത്തിനും രൂപത്തിനും കാണും. അതുകൊണ്ടല്ലേ പെണ്ണുങ്ങളോട് മറച്ചടക്കാൻ പറഞ്ഞപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞ്, ദാലിക അദ്നാ യുഅറഫ്ന വലാ യുദൈൻ, നീ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും നീ ഒരു മുസ്ലിമായ പെണ്ണാണെന്ന് തിരിച്ചറിയാനും. അപ്പൊ നമ്മുടെ ശരീരം നമ്മുടെ ആദർശത്തെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ മുടിവെട്ടലും നമ്മുടെ പാന്റും കുപ്പായൊക്കെ ശ്രദ്ധിക്കുക. പെൺകുട്ടികളുടെ വസ്ത്രധാരണം മോശമാവുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ധരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഇങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കണം എന്നുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ധരിക്കണം. ചിലപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര രസം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടേക്കും ധരിക്കണം. നമ്മുടെ രസത്തെയും നമ്മുടെ സന്തോഷത്തെയും ഒന്നും ഇസ്ലാം ഹനിക്കുന്നില്ല. പക്ഷേ ഒരിക്കലും ദീനിനെതിരാകരുത്. മനസ്സിലല്ലേ? ദീനിനെതിരാകരുത് നമ്മൾ ധരിക്കുമ്പോൾ. നമ്മുടെ ബ്യൂട്ടിക്കെതിരല്ല അല്ലാഹ് ജമീലു യുഹിബ്ബുൽ ജമാൽ, അല്ലാഹ് ഭംഗി ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷേ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ദീനിനെതിരാകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ നല്ല വസ്ത്രമാണ്. ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഗസയിലൊക്കെ പീഡനാണ്, അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊന്നും ഇടുന്നില്ല. അത് ശരിയല്ല. പീഡനം പല ഭാഗത്തുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല ഇവിടെ ഡ്രസ്സ് ഇടാന്നിട്ട് എന്താ കാര്യം? അവിടെ പട്ടിണി അഞ്ച് ചോറയിക്കാക്കോ? എന്താ പറ്റാത്തത്? അവിടെ വീടില്ല, വീടൊക്കെ പൊളിഞ്ഞടക്കുക. നമ്മളെ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് നമ്മുടെ നാട്ടിലാണ് യഥാർത്ഥത്തിൽ അതൊന്നും ചെയ്യില്ല. ചില സെന്റിമെന്റ്സ് ആൾക്കാരുടെ ഇങ്ങനെ അതിൽ നമ്മുടെ നമ്മുടെ ഷെയർ ഉണ്ടായിരിക്കും. എന്റെ സുന്നത്തിലപ്പുറം ആരും പോയാൽ അവരെല്ലിപ്പെട്ടവനല്ല. നമ്മളെന്ത് ചെയ്യാം? അനാദരവ് കാണിക്കാൻ നോൺ മുസ്ലിംസിന് വരെ നമുക്കത് സന്തോഷിക്കാം. നമുക്ക് അത് എടുത്തു വെക്കുകയായിരിക്കും. ഒരിക്കൽ അറുക്കാൻ പാടുന്നത് ക്രൂരതയല്ല. കുളിക്കാൻ ബേസിക്കലി എല്ലാം പടയിലാണ്. നമുക്ക് നടക്കുന്നത് മഴയില്ലെങ്കിൽ മുസല്ലയിൽ ഭൂമിയിലുള്ള സൗകര്യത്തിന് അതിൽ നമുക്ക് തിന്നാൻ പറ്റുന്നതിനെ അറുക്കാനാണ് നമുക്ക് പെർമിഷൻ ഒരാളെ പെർമിഷൻ എത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ ഭക്ഷണം കഴിക്കാതെ, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതിന് അറക്കാതെ വെച്ച എന്തെങ്കിലും പെരുന്നാളിന്റെ ഈ പെരുന്നാളിൽ പോത്തും ബൈക്കളും എരുമയും ഒക്കെ കൂടെ പെറ്റി പെരുകി വളർന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കുറെ ആളും സമയം തക്ബീർ ചെല്ലാനുള്ള അവസരമായി രോഗം പെരുന്നാളുള്ളത്. അതൊരു ബുദ്ധിമുട്ട്. ശരിക്കും അറക്കാതിരിക്കലാണ് അവരുടെ ബുദ്ധിമുട്ടിന്റെ.
അറുക്കൽ ശരിക്കും അവരോട് കാണിക്കുന്ന ഹൃദയം മാത്രമല്ല അറുക്കുന്ന കാലുകെട്ടി അതുപോലെ തന്നെ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. അന്ന് സൂര്യ അറിവിൽ അറുത്ത് വെള്ളം കൊടുക്കുക, മറ്റുള്ളവയുടെ കൂട്ടമായി അവയെ മറച്ചു വരാനും അങ്ങനെയൊക്കെ പറഞ്ഞു അവരോട് നിങ്ങൾ അവരോട് ഇഹ്സാൻ കാണിക്കണം കാര്യങ്ങൾ നടന്നു തന്നെ പോകാൻ പറ്റുന്ന ആൾക്കാർ തന്നെ പോകാനൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ചെറിയ പാട്ട് പാടി. അതുപോലെ തന്നെ ചില ആൾക്കാർ ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ടൊക്കെ പുതിയ മുഹദ്ദിസുകൾ വന്നിട്ട് ആയത്തിന് ദുർവ്യാഖ്യാനിച്ചിട്ട് അറുക്കണ്ടെന്നൊക്കെയും പ്രൊമോട്ട് ചെയ്യാനുള്ള അള്ളാഹുവിനെ മറക്കുന്ന, പരലോകത്തെ മറക്കുന്ന, മരണത്തെ മറക്കുന്ന, ആഖിറത്തിനെ മറക്കുന്ന ദുനിയാവാണ് വലുത് എന്ന് ചിന്തിപ്പിക്കുന്ന ഖുർആനിൽ തന്നെ ഉണ്ട്. അറുക്കണ്ട എന്ന് പറയുന്ന ഒരു പരിപാടിക്കും കുടപിടിക്കില്ലെന്ന് ഒരു ആയത്തി എപ്പോൾ എവിടെ എന്തിനിറങ്ങി അറിയാതെ തഫ്സീർ പരിഭാഷ മാത്രം വായിച്ചിട്ട് ഞാൻ വലിയ മുഹദ്ദിസാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പും കൂട്ടിയിട്ട് പ്രസംഗിക്കാൻ അറിയാതെ ആളും വരികയാണ്. അപ്പൊ നമ്മള് മുഫ്സിദാവും, കെയർ കൊടുക്കേണ്ട അതിന് കുഴപ്പമില്ല. 4 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾക്ക് അവർക്കൊക്കെ മൊയ്ലിമാരൊക്കെ ഭയങ്കര എമൗണ്ട് വരുന്ന സംഭവമാണ്. ഒരാളെന്ന് പറഞ്ഞാൽ ഈ മക്ക മുസ്ലിങ്ങൾ പലയിടത്തും അതിന്റെ ഇറക്കി അവിടെ ഇവിടെ കെട്ടിത്തൂക്കി വേസ്റ്റ് ആക്കി കളയും ചെയ്യും. ഓരോടാ പറഞ്ഞു നിങ്ങളിങ്ങനെ പ്രകടമാക്കുന്ന ഇറച്ചി അവിടെയും കെട്ടിത്തൂക്കി, അത് നമ്മളെ കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്തോളി, നിങ്ങൾ സഹായിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന അള്ളാന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഉരുക്കൾ നന്നായിട്ട് നല്ല ഉരുക്കളെ അറുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും എല്ലാവരും എല്ലാ വീഴ്ചകളും ഷെയർ ചേരാൻ പറ്റാത്ത ആൾക്കാർ കുറവായിക്കാനുള്ള ഷെയർ ചേരാൻ പറ്റാത്ത ആൾക്കാർ ഹജ്ജിന്റെ കൊല്ലത്തിൽ ഒരു വട്ടല്ലേ നമ്മൾ ബലിക്ക് വേണ്ടി അങ്ങനെ നമ്മൾ ബലിയിലും പറയില്ല എല്ലാ വീഴ്ചകളല്ലേ വാങ്ങുള്ളൂ, ഒരു വട്ടല്ലേ ചെയ്യുള്ളൂ, നൽകിയിട്ടില്ല. കൊല്ലത്തിൽ ഒരു വട്ടം നമ്മൾ ആകെ ബലിയർ നൽകട്ടെ. നമ്മുടെ മറ്റൊക്കെ ബോധമുള്ള പല അറിവുകളും ഹാഫിദുകളും ഇതെന്ന് പറഞ്ഞാൽ അത്രയും മഹത്വമുള്ള സംഗതി തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ, നമുക്ക് നേരെയുള്ള ഒതുക്കുമാറാവട്ടെ, ആ സമയം സ്വാതന്ത്ര്യവും നൽകുമാറാവട്ടെ. പിന്നെ നഖം മുറിക്കാതെ അങ്ങനത്തെ അറിയാം അതവര് ഇപ്പോൾ സാമ്പത്തിക പ്രയാസപ്പെടുന്നവർക്ക് 8-നാണ് അല്ലെങ്കിൽ 7-നാവട്ടെ മനുഷ്യരെ ഏത് ശക്തികളെയും നശിപ്പിക്കുന്നതുകൊണ്ട് അവിടെ ആയുധങ്ങൾ നീയത്താക്കി ശക്തിയുള്ള ചിഹ്ന ഭിന്ന നമസ്കാരത്തിന് മുമ്പ് എല്ലാവരും ചെറിയൊരു ശ്രമം കടം വാങ്ങിയിട്ട് ഇറക്കാൻ പറ്റുമോ പണ്ഡിതന്മാർ ചോദിച്ചപ്പോൾ വീട്ടാൻ മാർഗമുണ്ടെങ്കിൽ അയാൾക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തരാം എന്ന് ഒരാൾക്ക് കൊടുക്കാം എന്നൊരു ധാരണ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ മറിച്ച് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും അത് നീയത്താക്കിയിട്ട് ആ ഒരു പുണ്യത്തിന്റെ ഭാഗമാകാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും കുടുംബസമേതം ചേർക്കുമാറാവട്ടെ. മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത് اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار آمين برحمتك يا ارحم الراحمين.